പാവങ്ങൾക്കും സാധാരണക്കാർക്കും തിരിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ലൈഫിൻ്റെ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ എനർജിയാണ്. The most inspiring leader I met was Dr. APJ Kalam. ഗ്രീൻ ഫൗണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവൻ ദോ കേരള ഈ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയിൽ നമ്പർ 1 ആണെങ്കിലും ആ ഗവൺമെൻറ് സ്കൂൾ കണ്ടപ്പോൾ ഐ വാസ് വെരി അപ്സെറ്റ്. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ UAE-യിലാണ്. UAE-യിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മലയാളിയുമായിട്ട് ഞാൻ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ ഫൈസൽ കുട്ടിക്കോളനുമായിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അദ്ദേഹം എൻ്റെ അടുത്ത നല്ല സുഹൃത്താണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കോഴിക്കോട് ഒരു സ്കൂൾ സ്വന്തമായി അത് പ്രീഫാബ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഒരാശയവുമായി വന്നപ്പോൾ അന്ന് ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ എന്നെ കൂടി അന്ന് ഉമ്മൻചാണ്ടി വിളിക്കുകയുണ്ടായി. അവിടെ വെച്ചാണ് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത്. ആ ആശയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. ഷബാന ഫൗണ്ടേഷൻ, ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷൻ ഇത്രയും വലിയ നല്ലൊരു കാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഞങ്ങളന്ന് ചർച്ച നടത്തുകയുണ്ടായി. അദ്ദേഹം ഒരു നല്ല ബിസിനസ്സുകാരനാണ്. 1995-ൽ UAE-യിൽ സ്ക്രാപ്പ് മെറ്റൽ ബിസിനസ് ആരംഭിച്ച് തുടങ്ങിയ ജീവിതയാത്ര ഇന്ന് വളരെയേറെ മലയാളികൾക്കും മറ്റുള്ള രാജ്യങ്ങളിലെ പൗരന്മാർക്കും പ്രയോജനം ചെയ്യത്തക്ക നിലയിൽ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പ്രസിദ്ധി ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. ജീവിതത്തിൽ താൻ സമ്പാദിച്ച സ്വത്തുക്കളിൽ ഒരു നല്ല അംശം പാവങ്ങൾക്കും സാധാരണക്കാർക്കും തിരിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് അദ്ദേഹത്തിനുള്ളത്. UAE-യിൽ താൻ വളർത്തി വലുതാക്കിയ സാമ്രാജ്യം, അതിൻ്റെ പ്രയോജനം കേരളത്തിലെ ജനങ്ങൾക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ആരംഭിച്ചതാണ് മൈത്ര ഹോസ്പിറ്റൽ. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ആധുനിക സൗകര്യങ്ങളുള്ള ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജിയുള്ള ഒരു ആശുപത്രിയാണ് മൈത്ര ഹോസ്പിറ്റൽ. അവിടെ ചെല്ലുന്നവർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് ചേലമ്പ്രയിൽ 2000 കോടി രൂപ മുടക്കിയ ഒരു പുതിയ വെൽനസ് സെൻറ്റർ അദ്ദേഹം ആരംഭിക്കുന്നു. അപ്പോൾ മനുഷ്യർക്ക് വേണ്ടി നന്മ ചെയ്യുന്ന ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ ഇത് ആർക്കും അറിയില്ല. കാരണം അദ്ദേഹം പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നില്ല. ഒരു പത്രത്തിലോ ചാനലിലോ TV-യിലോ അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എൻ്റെ അന്ന് മുതലുള്ള സുഹൃത്തായതുകൊണ്ടാണ് ഞാൻ എന്ന് UAE-യിൽ വന്നാലും അദ്ദേഹത്തെ ഫോൺ ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തെ കാണാൻ വരാറുണ്ട്. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് PK അഹമ്മദ് 84 വയസ്സായെങ്കിൽ ഇപ്പോഴും വളരെ ഊർജ്ജസ്വലമായി വ്യായാമങ്ങൾ ചെയ്യുകയും എല്ലാവരെയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹവുമായിട്ട് എനിക്ക് വർഷങ്ങളുടെ ബന്ധമാണ്. പക്ഷേ ശ്രീ ഫൈസലുമായിട്ട് അത്രയും ബന്ധമില്ല. കാരണം കുട്ടിക്കാലം മുതൽ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ കോഴിക്കോട് എന്നാൽ അദ്ദേഹത്തെ സന്ദർശിക്കുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ഒക്കെ ഞങ്ങൾ ചെയ്തു വരാറുണ്ട്. പക്ഷേ ഫൈസലിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ വീക്ഷിച്ചപ്പോൾ അദ്ദേഹവുമായിട്ട് എനിക്ക് സംസാരിക്കണം തോന്നി. അങ്ങനെ സംസാരിക്കുമ്പോൾ മലയാളികൾക്കും UAE-യിലുള്ള ഇന്ത്യക്കാർക്കും അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങളെപ്പറ്റി മലയാളികൾ അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. അതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹവുമായി സംസാരിക്കണം തോന്നിയത്. ഞാൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനാണ് വന്നതെങ്കിലും അദ്ദേഹവുമായിട്ടൊരു കുറച്ച് സമയം സംസാരിക്കാനുള്ള അവസരം ഉണ്ടായതിൽ സന്തോഷമുണ്ട്. എനിക്ക് 1-2 കാര്യങ്ങളാണ് അറിയേണ്ടത്. അങ്ങെന്താണ് ഈ കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റൽ ആരംഭിക്കാനുള്ള തീരുമാനം എന്തായിരുന്നു? ഏതാണ്ട് 900 കോടി രൂപയോളം അങ്ങ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായി അതിൽ നിന്ന് വലിയ റിട്ടേൺസ് ഒന്നും ലാഭം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എന്തായിരുന്നു അതിൻ്റെ ഒരു ലക്ഷ്യം? എന്തായിരുന്നു അങ്ങയുടെ കൺസെപ്റ്റ്? എന്തായിരുന്നു അറിയാൻ താല്പര്യമുണ്ട്. First of all, thank you, Ramesh ji. As I said, I am a very quiet person. എല്ലാവരെയും വാച്ച് ചെയ്യും. അത് ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബന്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് എ ലൈഫ് ലോങ് ഫ്രണ്ട്ഷിപ്പ്. ഐ തിങ്ക് നമ്മൾ ഓൾമോസ്റ്റ് 10+ years ആയി ഇപ്പം റെഗുലറായിട്ട് മീറ്റ് ചെയ്യുന്നു. എൻ്റെ പുസ്തകം അങ്ങാണ് വാങ്ങിയത് കഴിഞ്ഞ ഷെയ്ഖ് സാലത്തിൻ്റെ കയ്യിൽ നിന്ന്. കറക്റ്റ്. ഞാൻ കേരളത്തിൽ 18 വയസ്സ് വരെ കേരളത്തിൽ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ലൈഫ് മുഴുവൻ കേരളത്തിൻ്റെ പുറത്തായിരുന്നു. മണിപ്പാലിൽ എഞ്ചിനീയറിംഗ് ബിരുദം പഠിച്ചു, പിന്നെ MBA പഠിച്ചു, അമേരിക്കയിൽ പോയി അതിൻ്റെ സെക്കൻഡ് മാസ്റ്റേഴ്സ് ചെയ്തു.
അമേരിക്കയിലായിരുന്നു ജോലിയുടെ സ്റ്റാർട്ടിങ്. അവിടെയായിരുന്നു ഒരു ഗ്ലോബൽ വ്യൂ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞു ഫാദറും മദറും ഒരു കാര്യം ചോദിച്ചിട്ടുള്ളൂ, ഒരു കല്യാണം കഴിക്കണം. അങ്ങനെയാണ് പുള്ളിക്കാരനൊരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരത്തിയെ കല്യാണം കഴിക്കുക എന്നുള്ളൊരു ടെൻഷനായിരുന്നു. ഞാൻ പറഞ്ഞു ഇല്ല, പുള്ളി ഒരു വളരെ നല്ല വാല്യൂസ് തന്നൊരു ഫാദർ, തീർച്ചയായിട്ടും ഫാദറും മദറും. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത്രയും നല്ല വാല്യൂ തന്ന കുട്ടികളെ അങ്ങനെ ചെയ്യോ, ഐ വിൽ കം ആൻഡ് മാരി എ ഗേൾ ഫ്രം കേരള ഓർ കർണാടക. മാംഗ്ലൂർ ഇസ് ക്ലോസ് ടു കേരള. മണിപ്പാലി പഠിച്ചതുകൊണ്ട്. അതെ അതെ. അങ്ങനെയായിരുന്നു ഷബാനിനെ കാണാൻ വേണ്ടിയിട്ട് 1992 ഐ വാസ് കമ്മിങ് ഫ്രം US. ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു. ഷബാനയുടെ വീട് എവിടെയാ? മംഗലാപുരത്ത്. അതെ. മദർ കാസർഗോഡും ഫാദർ മംഗലാപുരമായിരുന്നു. അവിടുന്ന് പുള്ളിക്കാരത്തേക്ക് അമേരിക്കയിൽ വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഒറ്റ മകളായിരുന്നു. പുള്ളി ഒരു ആൾസോ ഒരു സിമ്പിൾ പേഴ്സൺ. രമേശ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഐ എം നോട്ട് കമ്മിങ് ടു അമേരിക്ക, ദാറ്റ്സ് വൺ കണ്ടീഷൻ ഫോർ മാരേജ്. അങ്ങനെയായിരുന്നു ഫാദർ എൻ്റെ അടുത്ത് പറഞ്ഞത് നീ ഇത്രയും പഠിച്ചിട്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് PK സ്റ്റീൽ തുടങ്ങുന്നത്. ഞാനും എൻ്റെ ബ്രദർ മൊയ്തും ഫാദറിൻ്റെ കൂടെ ജോലി ചെയ്യുന്നത്. 92 to 95 ഐ വാസ് ഇൻ കാലിക്കറ്റ്. അങ്ങനെ 95 ഒരു ഹോളിഡേക്ക് വേണ്ടിയിട്ട് ഒരു വയസ്സുള്ള മകളെയും കൂട്ടിയിട്ട് UAE ആദ്യമായിട്ട് വരുന്നത്. എൻ്റെ ബ്രദറിലോ അജ്മാനിൽ ഒരു ടിമ്പർ ഫാക്ടറി ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു സ്ഥലം. എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലത്തിന് ഒരു ഐശ്വര്യമുണ്ട്. തീർച്ചയായിട്ടും ഇറ്റ് ഈസ് ഗോട്ട് എൻ എനർജി. ഇപ്പോൾ ലൈഫിൽ എന്ന് വെച്ചാൽ ഫുൾ ഓഫ് എനർജി. ഇപ്പോൾ ലൈഫിൻ്റെ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ എനർജിയാണ്. തീർച്ചയായും ആ എനർജി ആര് നമ്മൾ അബ്സോർബ് ചെയ്യാൻ പഠിക്കുന്നു അവർ ഗ്രോ ചെയ്യും. സോ ഐ ഗോട്ട് ദറ്റ് ഫീലിംഗ് ബിക്കോസ് ഐ വാസ് ഡൂയിങ് യോഗ ഫോർ 30 years. സോ ഐ ലൈക്ക് ദി കോൺസെപ്റ്റ് ഓഫ് എനർജി. അങ്ങനെ ഇവിടെ വന്നു, ഞാൻ സെറ്റിൽ ചെയ്തു. ഫാദർ വാസ് വെരി അൺഹാപ്പി. പുള്ളി പറഞ്ഞു നീ ഒന്ന് സെറ്റിൽ ചെയ്ത് കല്യാണം കഴിഞ്ഞ് കുട്ടിയായി അഗെയിൻ യു ആർ അൺസെറ്റിലിങ് യുവർ സെൽഫ്. ഈ കുഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് വൈ ഐ എം ഡൂയിങ് ദാറ്റ്. അങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഫാദറിന് ഹെൽപ്പ് ഉണ്ടായിരുന്നു തുടക്കത്തിൽ. ബട്ട് എൻ്റെ ഈ നോളജ് വെച്ചിട്ടാണ് ഈ ഗ്രീൻ ഫൗണ്ടറി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വേൾഡിൽ ആദ്യമായിട്ട് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. വെച്ചാൽ ഫൗണ്ടറി ഈ അമേരിക്കയിൽ ആ സമയത്ത് എല്ലാം ഗ്രീൻ ഫൗണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വെച്ചാൽ ഈ ഫൗണ്ടറി എല്ലാം ഒരു പൊല്യൂട്ടിങ് ഇൻഡസ്ട്രി ആയിരുന്നു. അങ്ങനെയാണ് അമേരിക്ക എല്ലാം നിർത്തിയിട്ട് ചൈനയിലോട്ട് ഫൗണ്ടറി കൊണ്ടുപോയത്. അതിൻ്റെ നെഗറ്റീവാണ് ഇപ്പോൾ അമേരിക്ക ഫീൽ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ മദർ ഓഫ് ഓൾ ഇൻഡസ്ട്രീസ് ഫൗണ്ടറിയും ഫോർജിങ്സും ആണ്. എല്ലാ കോമ്പണൻസും ഇൻ ചൈന. അപ്പോൾ ആ സമയത്ത് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ആ സമയത്ത് ഐ യൂസ് ടു ക്വസ്റ്റ്യൻ എവറിത്തിങ്. വൈ ദേ ആർ ഡൂയിങ് ദാറ്റ്? വൈ കാൻ ദേ യൂസ് ടെക്നോളജി and to make it a non-polluting foundry? Yes. അതായിരുന്നു എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എംബിഷൻ. അവിടെയാണ് ഒരു വാക്യൂം ടെക്നോളജി കൊണ്ടുവന്നു. ഒരു ഫസ്റ്റ് ഗ്രീൻ ഫൗണ്ടറി വേൾഡിൽ സ്റ്റാർട്ട് ചെയ്തത് ഞാനായിരുന്നു, ഇവിടെ UAE ഷാർജയിൽ. അങ്ങനെയായിരുന്നു അത് ഫസ്റ്റ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ദ പ്രൈം മിനിസ്റ്റർ ഓഫ് UAE, ആ ഫൗണ്ടറി കാണാൻ ഡോക്ടർ APJ കലാം, ഷെയ്ഖ് സുൽത്താൻ, ഷാർജയുടെ റൂളർ, പല നോട്ടബിൾ ലീഡേഴ്സ് had come. The reason is എപ്പോഴൊരു നോളജ് ഇസ് എ പവർ. എവിടെ നോളജ് ഉണ്ടോ അവിടെ പവർ. സോ ഐ ഹാഡ് എ ചാൻസ് ടു മീറ്റ് ഓൾ ദ ഗ്രേറ്റ് ലീഡേഴ്സ്. അതിൽ മോസ്റ്റ് ഇൻസ്പയറിംഗ് ലീഡർ ഐ മെറ്റ് വാസ് ഡോക്ടർ APJ കലാം. പുള്ളി എൻ്റെ വെരി മച്ച് ഇൻസ്പയറിംഗ്. എസ്പെഷ്യലി ഇന്ത്യയിൽ അദ്ദേഹം വളരെ കൂടുതൽ ചെറുപ്പക്കാരെ എൻകറേജ് ചെയ്തു. സോ ഹി വാസ് ലീഡിങ് എ വെരി സിമ്പിൾ ലൈഫ്. ഞാൻ അദ്ദേഹത്തിന് വീട്ടിൽ പോയിട്ടുണ്ട് രാമേശ്വരത്ത്. ജസ്റ്റ് എ ഹട്ട്. And from there he rised up to the president of India. അപ്പോൾ അത് വലിയ സിൻസിയർ ആയൊരു മനുഷ്യൻ. 3 മണിക്കൂർ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ സമയത്ത് പുള്ളി പറഞ്ഞ ഫൈസൽ വാട്ട് യു ആർ ഡൂയിങ് ഈസ്, പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വാക്യൂം ടെക്നോളജിയുടെ കൂടെ എൻ്റെ കമ്മ്യൂണിറ്റി സെൻ്റർ ആയിരുന്നു. ആ സമയത്ത് ഞാനൊരു വലിയൊരു കമ്മ്യൂണിറ്റി സെൻ്റർ വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി UAE ഫാക്ടറി തന്നെ. 45 മിനിറ്റ് എല്ലാ എംപ്ലോയിയും ഹാസ് ടു കം വർക്കിംഗ് ടൈമിൽ. അവിടെ യോഗ പഠിപ്പിക്കും എവറി ഡേ. ട്രെയിനിങ്, യോഗ, ലീഡർഷിപ്പ് ട്രെയിനിങ്. പുള്ളിക്ക് ആ കോൺസെപ്റ്റ് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു ഫൈസൽ ദിസ് നോബഡി ഐ ഹവ് സീൻ ഡൂയിങ് ഇറ്റ്. എല്ലാവരും കാശ് ഉണ്ടാക്കും, ബട്ട് ദേ ടേക്ക് ഇറ്റ് ആൻഡ് ഗോ. നോബഡി ഈസ് ഗിവിംഗ് ബാക്ക് ടു ദ പീപ്പിൾ. സൊസൈറ്റി പീപ്പിൾ ആർ വർക്കിംഗ് ഫോർ യു. ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി അവർക്കാണല്ലോ. പുള്ളി പറഞ്ഞു ഇത് ഇന്ത്യയിൽ വന്നിട്ട് ഫൈസൽ എഡ്യൂക്കേഷനിലും ഹെൽത്ത് കെയറിലോട്ടും ചെയ്യണം. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻസ്പിറേഷൻ. ഞാൻ കമ്പനി 2012 ആദ്യത്തെ $1 ബില്യൺ കമ്പനി ഇവിടെ സെയിൽ ചെയ്യുന്നത് ആ കമ്പനിയായിരുന്നു, ഗ്രീൻ ഫൗണ്ടറി. അത്
ദുബായ് ഹോൾഡിങ്സ് ആദ്യം 45% സ്റ്റേക്ക് എടുത്തു. അത് കഴിഞ്ഞ് ടൈക്കോ എന്ന് പറഞ്ഞ വലിയൊരു അമേരിക്കൻ കോൺഗ്ലോമറേറ്റ് വന്നു, അത് കംപ്ലീറ്റ് ടെക്നോളജി വാങ്ങിച്ചു. സോ ആ കാശായിരുന്നു ഞാൻ ഫസ്റ്റ് വന്നത്. ഐ നെവർ എക്സ്പെക്റ്റഡ്. I was always very simple life. ഞാനും വൈഫും യോഗ. Even now you are leading a same life. I don't change anything. അങ്ങനെ ഞാൻ പുള്ളിയെ ഡൽഹിയിൽ പോയി കണ്ടു. ആരെ? അബ്ദുൽ കലാം, ഡോക്ടർ കലാം. എന്ന് വെച്ചാൽ എപ്പോഴും സ്റ്റക്ക് മീ. എന്തുകൊണ്ട് പുള്ളി എൻ്റെ അടുത്ത് ഇത് പറഞ്ഞു, ഈ ടെക്നോളജിയും ഈ കോമ്പിനേഷൻ ഓഫ് ടെക്നോളജി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് വി നീഡ് ഇറ്റ് ഇൻ ഇന്ത്യ ടു ട്രാൻസ്ഫോം എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ എന്ന് പുള്ളിയായിരുന്നു അന്ന് ആ കൺസെപ്റ്റ് നമുക്ക് തന്നത്. That is why you went and met him again. Yes. അതിനെ കൊണ്ടായിരുന്നു കേരളത്തിൽ ഞാനിത് മലയാള മനോരമയിൽ രാജീവ് എന്ന് പറഞ്ഞ ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പുള്ളി ഇവിടെ ഇൻ്റർവ്യൂ വന്നപ്പോൾ ഇതേമാതിരി ഇരിക്കുകയായിരുന്നു. ഐ ടോൾഡ് ഹിം, ഒരു കൺട്രി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇത് 2 pillars, എഡ്യൂക്കേഷൻ റിഫോം ആൻഡ് ഹെൽത്ത് കെയർ. ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു സൊസൈറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. വി നീഡ് എഡ്യൂക്കേഷൻ യൂണിഫോം ടു എവറിബഡി. നോട്ട് ഓൺലി ദ റിച്ച് ഷുഡ് ഗെറ്റ് ദ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ. സോ അത് ഓൺലി ഗവൺമെൻറ് സ്കൂൾസേ കൊടുക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ഗവൺമെൻറ്റിൻ്റെ മെയിൻ 2 thing is that. ഇപ്പോൾ ഏറ്റവും അധികം നമ്മൾ ഈ ടാക്സിൻ്റെ ഇത് പോകുന്നത് എഡ്യൂക്കേഷനും ഹെൽത്തിനും വേണ്ടിയിട്ട്. ബട്ട് ഗവൺമെൻറ് അലോൺ കേരള മോഡൽ ഈസ് health and education. Correct. And that is why Kerala has been globally accepted. ഈ 2 കാര്യങ്ങളിൽ, ഹെൽത്തിൻ്റെ കാര്യത്തിലും എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും കേരളം കൈവരിച്ച നേട്ടമാണ് നമ്മുടെ അമർത്യ സെൻ പറഞ്ഞ കേരള. Absolutely. ബട്ട് ഞാൻ ഇതുവരെ കേരള ഗവൺമെൻറ് സ്കൂൾ കണ്ടിരുന്നില്ല. അങ്ങനെ ഇത് ഞാൻ പേപ്പറിൽ മനോരമ വന്നപ്പോഴാണ് പ്രദീപ് കുമാർ MLA എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഫസ്റ്റ് നടക്കാവ് സ്കൂളിലോട്ട് 2012 നടക്കാവ് സ്കൂളാണ് ബിഗിനിങ്. അതെ, 2012 ഞാൻ പോയി കാണുന്നത്. അന്ന് MP വഹാബ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. പുള്ളി റിലേറ്റീവ് ടോണി എന്ന് പറഞ്ഞ എൻ്റെ ആർക്കിടെക്ട് ഫ്രണ്ട് ഉണ്ട്. അവരെയും കൂട്ടി പോയി അവിടെ പ്രദീപിനെ കണ്ടു. പക്ഷേ ഈവൻ ദോ കേരള ഈ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയിൽ നമ്പർ 1 ആണെങ്കിലും ആ ഗവൺമെൻറ് സ്കൂൾ കണ്ടപ്പോൾ ഐ വാസ് വെരി അപ്സെറ്റ്. അന്ന് 1600 കുട്ടികൾ പഠിക്കുന്ന ഗേൾസ് സ്കൂളിൽ ആകെ 8 ടോയ്ലറ്റ് വർക്കിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ലോട്ട് ഓഫ് ടിൻ ഷീറ്റ് വെച്ചിട്ടുള്ള റൂഫ്സും കാര്യങ്ങളും. സോ ഐ കെയിം ബാക്ക്. ഐ ഇൻവൈറ്റഡ് പ്രദീപ് കുമാർ MLA ടു ദുബായ്. 5 സ്കൂളിൽ പുള്ളിയെ കയറ്റി കണ്ടു. അമേരിക്കൻ സ്കൂൾ, ഓസ്ട്രേലിയൻ സ്കൂൾ, നമ്മുടെ DPS. അത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളി ഓഫീസിൽ കൊണ്ടുവന്ന് പറഞ്ഞു, എന്തുകൊണ്ട് നമുക്കൊരു ഗവൺമെൻറ് സ്കൂൾ ബെസ്റ്റ് ഇൻ ദ കൺട്രി ആക്കിക്കൂടാ, ബെറ്റർ ദൻ എ പ്രൈവറ്റ് സ്കൂൾ. ഇതായിരുന്നു ആശയം. കറക്റ്റ്. പുള്ളി പറഞ്ഞു, അത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ ഇത് മുന്നോട്ട് പോകും. പൈസ ഇല്ല, ഗവൺമെൻറ് സപ്പോർട്ടും വേണം. ബിക്കോസ് വി ആർ എ ഫൗണ്ടേഷൻ. അങ്ങനെയാണ് പുള്ളിയെ കൂട്ടി ഞാൻ ഉമ്മൻചാണ്ടി സാറിനെയും നിങ്ങളെയും കുഞ്ഞാലിക്കുട്ടി സാറിനെയും കാണാൻ വരുന്നത്. കറക്റ്റ്. അന്ന് ഡോക്ടർ എളങ്കോ എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഉണ്ടായിരുന്നു. Now he has retired. He's in Inkel now. അങ്ങനെയായിരുന്നു ഈ അന്ന് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ. എന്നെ കണ്ട് ഞാൻ ആ പ്രസൻറ്റേഷൻ കാണിച്ചു. ഉടനെ തന്നെ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു, വി ആർ വിത്ത് യു. അങ്ങനെയായിരുന്നു ഫസ്റ്റ് PPP മോഡൽ. ഫൗണ്ടേഷൻ അല്ല, ഈ ഗവൺമെൻറ് സ്കൂളിലോട്ട് 3 ഗവൺമെൻറ് ഓർഡർ അന്നത്തെ ഗവൺമെൻറ് വിത്തിൻ 90 days മാറ്റിയെടുത്തു. അതൊക്കെ വി ആർ ഒഫീഷ്യലി നോട്ട് അലൗഡ് ടു കം ഇൻ ടു ഗവൺമെൻറ് സ്കൂൾ. ചെയ്യാൻ പാടില്ലാത്ത. അത് ഉമ്മൻചാണ്ടി മാറ്റിയതാണ്. Correct. Public-private participation. It's a lot of things which world does not know how this happened. But everything happened because 2 leaders ഒരു അൺകണ്ടീഷണൽ ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ തിങ്സ് വിൽ ഇവോൾവ്. അതാണ് എനർജി ഫീൽഡ് എന്ന് പറയുന്നത്. നമ്മൾ ഐ വാസ് ഓൾസോ സെൽഫ്ലെസ്. ഉമ്മൻചാണ്ടി ഓൾസോ വാസ് സെൽഫ്ലെസ്. Correct. He saw that in me. Correct. Exactly. So, then he said, hey, let's do it fast. അങ്ങനെയായിരുന്നു ഈ പ്രീഫാബ് ടെക്നോളജിയും ഈ ഗവൺമെൻറ് ഓർഡറും എല്ലാം വിത്തിൻ 95 days. ഇറ്റ് ഇസ് എ ഹിസ്റ്റോറിക്കൽ മൂവ്. കറക്റ്റ്. ടുഡേ നടക്കാവ് സ്കൂൾ ഇസ് പേവ് ദ വേ ഫോർ ഓൾ ദ ഗവൺമെൻറ് സ്കൂൾ ട്രാൻസ്ഫോർമേഷൻ. കേരളത്തിൽ മാത്രം 977 സ്കൂൾസ് വന്നു. സബ്സിക്വൻ്റ്ലി പിണറായി വിജയൻ ഗവൺമെൻറ് 1977 schools. ഗവൺമെൻറ് സ്കൂൾ ഈ മോഡൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കെട്ടിടങ്ങൾ നിർമ്മിച്ച പ്രീഫാബ് വി ക്രിയേറ്റഡ് എ മോഡൽ. പിന്നെ ഈ പിണറായി വിജയൻ ഗവൺമെൻറ് വന്നു. അങ്ങനെയാണ് നമ്മൾ തോമസ് ഐസക് എന്നെ വിളിച്ചു. ഇസ് എ ഫൈസൽ ഗ്രേറ്റ് മോഡൽ ഓൾറെഡി പ്രൂവൺ. ഇത് നമുക്ക് 1000 സ്കൂൾ ആക്കിയിട്ട് ഒരു മിഷൻ 1000 എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ. സോ ദിസ് ഇസ് എ ബ്യൂട്ടി ഓഫ് കേരള. സോ കേരളത്തിൽ എന്ന് വെച്ചാൽ ഈവൻ പൊളിറ്റിക്കലി ദർ ഇസ് എൻ അലൈൻമെൻറ്റ്. കാര്യങ്ങളിൽ നമ്മളെല്ലാം ഒരുമിച്ച്.
there's a greatness of Kerala. കേരളത്തിലുമായിട്ട് ഒരു സ്റ്റേറ്റ് വേറെ വേൾഡിലില്ല. Because I lived in everywhere. I lived in America, I lived in Spain, I lived in UAE. But why I came to Kerala and invested 1,600 crores, everybody used to ask me, എന്ത് ഫൈസലിന് പ്രാന്തുണ്ടോ ഇത് വന്നിട്ട് കേരളത്തിൽ ചെലവാക്കുക? I said, people, മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നുള്ളൊരു ചൊല്ലുണ്ട്. അതെ അതെ. We only will see negative. We don't see the positive. Correct? Because ഇപ്പോൾ കേരളത്തിൽ environmental sustainability, വെള്ളം, water sustainability, എല്ലാം കേരളത്തിലേ ഉള്ളൂ ഇപ്പോൾ. And good climate. But we are not tapped it. Why? Because of negativism. സത്യത്തിൽ ഈ മൈത്രി ഹോസ്പിറ്റൽ, ഈ സ്കൂൾ ബിൽഡിങ്സ് അതെ വന്ന വലിയ മാറ്റമാണ് നമ്മുടെ മലബാർ മേഖലയിൽ. ഇതാണ് ഒരു മോഡലാക്കിയിട്ട് വരാനായിരുന്നു എൻ്റെ ഉദ്ദേശം. തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ നമ്മൾ ഈ ലോകത്തിൽ ഒന്നുമില്ലാതെ വരുന്നത്, ഒന്നുമില്ലാതെ പോവുകയും ചെയ്യും. ഇറ്റ്സ് എ ജേർണി. ലൈഫ് ഇസ് എ ജേർണി. കറക്റ്റ്? അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വി ക്യാൻ ഡു മെനി തിങ്സ്.